നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമാധാന നീക്കങ്ങളും വെടിനിർത്തലും കാറ്റിൽ പറത്തി ഇസ്രയേൽ ഇറാൻ യുദ്ധം വീണ്ടും കനക്കുന്നു. വടക്കൻ ഇസ്രയേൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. സമീപനത്തിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം തള്ളി ഇറാനിയൻ നഗരങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. താൽക്കാലികമായി വെടിനിർത്തുമെന്ന് ഇറാനും ഇസ്രയേലും അറിയിച്ചു. സംഘർഷത്തിൽ സമാധാനത്തിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തെന്നാണ് ഇസ്രയേൽ സേനയുടെ അവകാശവാദം. ലെബനോൺ തലസ്ഥാനം ബെയ്റൂത്തിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിനാണ് ഇറാന്റെ മറുപടി. മണിക്കൂറുകൾക്കുള്ളിൽ തലസ്ഥാനം ടെഹ്റാൻ ഉൾപ്പെടെ ഇറാൻ നഗരങ്ങളിൽ ഇസ്രയേലും തിരിച്ചടിച്ചു. പിന്നാലെ ഇസ്രയേലിലേക്ക് ഇറാനും യമനിലെ ഹൂതികളും ആക്രമണം തുടരുന്നെന്നാണ് വിവരം. ഇറാനെതിരെ പ്രത്യാക്രമണം വേണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം. ലെബനോണിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തെയും ട്രംപ് വിമർശിച്ചിരുന്നു. തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭായോഗം വിളിച്ചു. പിന്നാലെ താൽക്കാലികമായി വെടിനിർത്തുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. ലെബനോണിൽ ആക്രമണം തുടർന്നാൽ വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി അറേബ്യയിലെ അൽ ഖർജ് പ്രവിശ്യയിൽ ഇന്ന് പുലർച്ചെ മുഴങ്ങിയ സൈറൺ മുന്നറിയിപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് പരത്തിയത്. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ കാരണമായിരുന്നു ഈ മുന്നറിയിപ്പ്. എന്നാൽ ആക്രമണം സൗദിക്ക് നേരെ ആയിരുന്നില്ലെന്നും മറ്റൊരു അയൽരാജ്യത്തെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സാങ്കേതിക തകരാർ കാരണം വഴിമാറിയ മിസൈൽ അതിർത്തിയിലെ വിജനമായ ഒരിടത്താണ് പതിച്ചതെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് സൗദിയുടെ നാഷണൽ ഏർലി വാർണിംഗ് സിസ്റ്റം വഴി അൽ ഖർജ് മേഖലയിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകിയത്. താമസിയാതെ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തുർക്കി അൽ മാലിക്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംഭവത്തിൽ നടത്തിയ വിശദമായ സാങ്കേതിക അന്വേഷണത്തിൽ പുതിയ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യമിട്ടത് മറ്റൊരു അയൽരാജ്യത്തെയായിരുന്നു. എന്നാൽ വിക്ഷേപണത്തിനിടെയുണ്ടായ സാങ്കേതിക തകരാർ മൂലം മിസൈൽ വഴിതെറ്റിപ്പോവുകയായിരുന്നു. ഇതേ തുടർന്ന് തെറ്റായ സൂചനകൾ ലഭിച്ചതാണ് ആശങ്കയ്ക്ക് വഴിവെച്ചത്. മിസൈൽ അതിർത്തിയിലെ വിജനമായ സ്ഥലത്ത് പതിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായിരുന്നു. എന്നാൽ സൗദിക്ക് നേരെ ഈ അടുത്ത് ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ സൈറൺ മുഴക്കത്തെ വലിയ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കണ്ടത്. തെറ്റായ വാർത്തകളും സ്ഥിരീകരിക്കാത്ത ദൃശ്യങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. ഒമാൻ തീരത്ത് ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. MT മാരിവെക്സ് എന്ന കപ്പലിലാണ് ഡ്രോൺ പതിച്ചതിന് പിന്നാലെ വൻ തീപിടുത്തമുണ്ടായത്. ജീവനക്കാരായ 24 ഇന്ത്യക്കാരെയും സുരക്ഷിത തീരത്തേക്ക് മാറ്റി. ഇന്നുച്ചയ്ക്ക് 1:30-ക്കാണ് ഒമാൻ തീരത്തോട് ചേർന്ന് ഹോമുസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായത്. എഞ്ചിൻ റൂമിലാണ് ഡ്രോൺ പതിച്ചത്. തീപിടുത്തത്തിന് പിന്നാലെ കപ്പലിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ലൈഫ് ബോട്ടുകൾ വിന്യസിക്കാൻ കഴിഞ്ഞില്ല. എഞ്ചിൻ റൂമിലാണ് സാരമായ കേടുപാടുകൾ സംഭവിച്ചത്. ഇതോടെ കപ്പലിലെ ജീവനക്കാരെ തീരത്തെത്തിക്കാൻ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം. ഇന്ത്യക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പലിൽ ആക്രമണമുണ്ടായ സാഹചര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 24 ഡൽഹി. ദുബായ് എമിറേറ്റ്സ് റോഡിൽ മിനി ബസ് ട്രക്കിൽ ഇടിച്ചുണ്ടായ വാഹനാപകടത്തിൽ 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെയാണ് 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ദുബായ് എമിറേറ്റ്സ് റോഡിൽ നടക്കുന്നത്. അതിൽ 8 പേരിൽ 6 പേർ ഇന്ത്യക്കാരായിരുന്നു എന്നത് സങ്കടകരമായിട്ടുള്ള വിവരമാണ്. ഈ 6 പേർ അതിൽ മലയാളികളില്ല എന്ന വിവരം അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇവരുടെയൊക്കെയും സംസ്ഥാനം ഏതാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്നും മറ്റുമൊക്കെ ലഭിക്കുന്നത്. മാത്രമല്ല 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ 8 പേരിൽ പിന്നീടും ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മരിച്ചവരെ കൂടാതെ പരിക്കേറ്റവരിലും ഇന്ത്യക്കാരുണ്ട് എന്ന വിവരം അത് ഒരു അതീവ സങ്കടകരമായിട്ടുള്ള വിവരമാണ്. എമിറേറ്റ്സ് റോഡിലേക്ക് അതിവേഗത്തിൽ വന്നൊരു ട്രക്ക് അത് റോഡിൻ്റെ മധ്യത്ത് നിൽക്കുന്നു. പിന്നാലെ ഇവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇവരുടെ കമ്പനി അത് മോട്ടീവ് ടെക്നിക്കൽ സർവീസ് എന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ വാഹനം തന്നെയായിരുന്നു ഇതെന്നാണ് മനസ്സിലാകുന്നത്. അത് പിന്നാലെ വന്ന് ഇടിക്കുന്നു. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 8 പേർ മരിക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസും ഒപ്പം തന്നെ ബന്ധപ്പെട്ടവർ നൽകുന്നത്. ഈ ട്രക്കുമായി ഒരു സുരക്ഷിത അകലം ഈ ബസ് പാലിച്ചിരുന്നില്ല. അതാണ് അപകടം
അപകട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആംബുലൻസും മറ്റ് സേവനങ്ങളുമൊക്കെ സമയത്ത് തന്നെ എത്തി അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ആശുപത്രിയിൽ തുടരുന്നവരിൽ തന്നെ ചിലരുടെ പരിക്ക് സാരമുള്ളതാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. 8 പേർക്കാണ് ആകെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിൽ 6 പേർ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ കോൺസുലേറ്റിലെ പ്രതിനിധികളടക്കം ആശുപത്രിയിലെത്തി ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പരിക്കേറ്റവർക്ക്. ഒപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ്. ജിദ്ദയിലെ സുരക്ഷിതമല്ലാത്ത ഈ 129 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ മുനിസിപ്പാലിറ്റി നടപടി തുടങ്ങി. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിനാണ് അടിയന്തര നടപടി. ജിദ്ദയിലെ അപകടകരമായ കെട്ടിടങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് ജിദ്ദ മുനിസിപ്പാലിറ്റി. ഗുലൈൽ ഏരിയയിൽ മാത്രം 129 കെട്ടിടങ്ങളാണ് തകർന്നു വീഴാറായ നിലയിൽ കണ്ടെത്തിയത്. ഇവ ഒഴിവാക്കാനുള്ള നടപടികൾക്ക് എമർജൻസി വിഭാഗം തുടക്കം കുറിച്ചു. ഇതിനു മുന്നോടിയായി കെട്ടിടമുടമകൾക്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നോട്ടീസ് നൽകി. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ. വർഷങ്ങളായി തുടരുന്ന കെട്ടിട നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഇടപെടൽ. നേരത്തെ ഫൈസലിയ, റബുവ, ഫാറൂഖ്, റുവൈസ് തുടങ്ങിയ മേഖലകളിലും ഇത്തരത്തിൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു. കെട്ടിടങ്ങളുടെ അവസ്ഥ നേരിട്ട് പരിശോധിച്ചും രേഖകൾ പരിശോധിച്ചുമാണ് മുനിസിപ്പാലിറ്റി ഈ തീരുമാനമെടുത്തത്. കൃത്യമായ ഇടവേളകളിൽ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് മുനിസിപ്പാലിറ്റി മുൻഗണന നൽകുന്നത്. ഉടമകൾക്ക് നോട്ടീസ് നൽകിയ ശേഷം നിശ്ചിത സമയം അനുവദിക്കുകയും അതിനുശേഷം നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. 24 ജിദ്ദ. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ ജൂൺ 10 സർവീസ് ആരംഭിക്കും. കമ്പനിയുടെ ആദ്യ ബോയിംഗ് 787 വിമാനം പുറത്തിറക്കി. ജിദ്ദ ഉൾപ്പെടെ 5 പ്രധാന നഗരങ്ങളിലേക്ക് ഈ മാസം മുതൽ സർവീസ് ആരംഭിക്കും. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തെ വ്യോമയാന മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് റിയാദ് എയർ. ഇതിന്റെ ഭാഗമായി കമ്പനി സ്വന്തമാക്കിയ ആദ്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം പുറത്തിറക്കി. റിയാദിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയൊരു പദ്ധതിയുടെ തുടക്കമാണിത്. ജൂൺ 10 ലണ്ടനിലേക്കുള്ള സർവീസോടെയാണ് തുടക്കം. നേരത്തെ നിശ്ചയിച്ചിരുന്നതിലും നേരത്തെയാണ് ലണ്ടൻ സർവീസ് ആരംഭിക്കുന്നത്. ജൂൺ 14 ജിദ്ദയിലേക്കുള്ള സർവീസ് ആരംഭിക്കും. ഇതിനു പിന്നാലെ ജൂൺ 18 ദുബായിലേക്കും ജൂൺ 25 കെയ്റോയിലേക്കും സർവീസുകൾ ആരംഭിക്കും. യൂറോപ്പിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 17 മാഡ്രിഡിലേക്കും ജൂലൈ 23 മാഞ്ചസ്റ്ററിലേക്കും വിമാനങ്ങൾ പറക്കും. ആധുനിക സാങ്കേതിക വിദ്യയും സൗദിയുടെ തനത് ആതിഥേയ മര്യാദയും ഒത്തിണങ്ങിയ യാത്രയാകും റിയാദ് എയർ വാഗ്ദാനം ചെയ്യുന്നത്. 72 ബോയിംഗ് 787 വിമാനങ്ങളുമായാണ് കമ്പനി സർവീസ് ആരംഭിക്കുന്നത്. 2030ഓടെ ലോകത്തെ 100-ലധികം നഗരങ്ങളിലേക്ക് സർവീസുകൾ എത്തിക്കുകയാണ് റിയാദ് എയറിന്റെ പ്രധാന ലക്ഷ്യം. സൗദിയെ ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഈ കമ്പനി വലിയ പങ്ക് വഹിക്കും. 24 ജിദ്ദ. മാതാപിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ദുബായ് വിദ്യാഭ്യാസ കൌൺസിലുകൾ വിപുലീകരിക്കുന്നു. 2026-27 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാകും കൌൺസിലുകൾ നിലവിൽ വരിക. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിന് വിവിധ കൌൺസിലുകൾ പ്രയോജനകരമാകും എന്നാണ് KHDAയുടെ പ്രതീക്ഷ. ദുബായിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി വിദ്യാഭ്യാസ മേഖലയിലെ സമൂഹ പങ്കാളിത്ത മാതൃക വികസിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളോടൊപ്പം ആദ്യമായി മാതാപിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി കൗൺസിലുകൾ വിപുലീകരിക്കാൻ തീരുമാനമായി. ഈ അധ്യയന വർഷത്തിൽ ആരംഭിച്ച ദുബായ് സ്റ്റുഡൻസ് കൗൺസിലിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ നീക്കം. 2026-27 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ KHDA ദുബായ് പാരന്റ്സ് കൗൺസിലും ദുബായ് എഡ്യൂക്കേറ്റേഴ്സ് കൗൺസിലും ആരംഭിക്കും. ഓരോ കൗൺസിലിലും 15 അംഗങ്ങൾ ഉൾപ്പെടും. ദുബായിലുടനീളമുള്ള സ്വകാര്യ സ്കൂളുകളിലും ബാല്യകാല കേന്ദ്രങ്ങളിലും പഠനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടാനും ആശങ്കകൾ ഉന്നയിക്കാനും ആശയങ്ങൾ സംഭാവന ചെയ്യാനുമുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിക്കും. എമിറാത്തി കുടുംബങ്ങളിൽ നിന്നുൾപ്പെടെ പാരന്റ്സ് കൗൺസിലിലേക്ക് 152 അപേക്ഷകളും എഡ്യൂക്കേറ്റേഴ്സ് കൗൺസിലിലേക്ക് 160 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ക്ഷേമം, അധ്യാപന നിലവാരം, സ്കൂൾ സമൂഹ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൗൺസിലുകൾ KHDAയുമായും സ്കൂളുകളുമായും അടുത്തു പ്രവർത്തിക്കും. കുടുംബങ്ങൾ, അധ്യാപകർ, നിയന്ത്രണ ഏജൻസികൾ എന്നിവയ്ക്കിടയിൽ ശക്തമായ വിശ്വാസം വളർത്തിയെടുക്കുകയും മൊത്തത്തിലുള്ള പഠനാനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 24 ദുബായ്.
ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ദിവസേന 3 മണിക്കൂർ സൗജന്യ വൈദ്യുതി നൽകുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് സർക്കാർ. വിശദമായ റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കി. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വൈദ്യുതി ബില്ലിൽ ആശ്വാസം നൽകുന്ന പുതിയ പ്രഖ്യാപനവുമായി സർക്കാർ. 2026 ഒക്ടോബർ 1 മുതൽ സംസ്ഥാനത്തുടനീളം ദിവസേന 3 മണിക്കൂർ സൗജന്യ വൈദ്യുതി നൽകുന്ന മിഡ് ഡേ പവർ സേവർ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി വൈദ്യുതി ലഭിക്കുക. വിക്ടോറിയയിലെ ഏകദേശം 26 ലക്ഷം വീടുകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഉച്ചസമയത്ത് സോളാർ ഊർജ്ജ ഉൽപാദനം വലിയ തോതിൽ ഉയരുന്ന സാഹചര്യത്തിൽ ഈ അധിക വൈദ്യുതി ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഹോട്ട് വാട്ടർ സിസ്റ്റം, എയർ കണ്ടീഷണർ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഉയർന്ന വൈദ്യുതി ഉപയോഗമുള്ള ജോലികൾ ഈ സമയത്തേക്ക് മാറ്റാൻ സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ മാറ്റത്തിലൂടെ വിക്ടോറിയയിലെ കുടുംബങ്ങൾക്ക് വർഷത്തിൽ $100 മുതൽ $1000 വരെ ലാഭിക്കാനാകുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പദ്ധതിയുടെ ഭാഗമാകുന്നതിന് മുൻപ് തങ്ങളുടെ വൈദ്യുതി റീറ്റെയിലർമാരുടെ നിരക്കുകളും നിബന്ധനകളും കൃത്യമായി പരിശോധിക്കണമെന്ന് ഉപഭോക്തൃ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. സൗജന്യ സമയത്തിന് പുറത്തുള്ള മണിക്കൂറുകളിലെ നിരക്കുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ വൈദ്യുതി പദ്ധതികളിൽ ഒന്നായ ഈ നീക്കം ജീവിത ചെലവ് കുറയ്ക്കാനും പുതുക്കാവുന്ന ഊർജ്ജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി. ബ്ലഡ് ഡോണേഴ്സ് കേരള UAE രക്തദാന മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അകാലത്തിൽ മരിച്ച പ്രിയ സുഹൃത്തുക്കളുടെ ഓർമ്മയ്ക്കായാണ് ക്യാമ്പ് നടത്തിയത്. ദുബായ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ക്യാമ്പിൽ 350ഓളം പേർ രക്തം നൽകി. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയായിരുന്നു ക്യാമ്പ്. ബ്ലഡ് ഡോണേഴ്സ് കേരള UAE കമ്മിറ്റി ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. രക്തദാനത്തിന്റെ ആവശ്യകത കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാനുള്ള വിവിധ ക്യാമ്പയിനുകൾ BDK UAE നടത്തുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആശ്രമമായ ജർമ്മനിയിലെ യോഗവിദ്യ ആശ്രമത്തിൽ UK-യിലെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ ചിത്രവും ഗുരുദേവ ദർശനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹത് ഗ്രന്ഥങ്ങളും സ്ഥാപിച്ചു. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി 200-ലധികം വിദേശികളുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചടങ്ങ് ഗുരുവിന്റെ സന്ദേശത്തിന്റെ ആഗോള വ്യാപനത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറി. യോഗവിദ്യ ആശ്രമത്തിന്റെ 7ാമത്തെ നിലയിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആത്മീയ അന്വേഷകർക്കും സന്ദർശകർക്കും ഗുരുവിന്റെ ജീവിതവും ദർശനവും പഠിക്കാനും മനസ്സിലാക്കാനും ഈ കേന്ദ്രം അവസരമൊരുക്കുമെന്ന് ശ്രീനാരായണ ഗുരു ഫോറം ഫോർ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ചെയർമാൻ ഡോക്ടർ വരുൺ രാധാകൃഷ്ണൻ അറിയിച്ചു. We come with a vision that we have to spread Gurudeva's darshan among the Europeans. And we have thousands of organizations around the world, but we believe we are the first organization in the world based on Sri Narayana Darshan, trying to spread darshan among the foreigners. ആലപ്പുഴ ചേർത്തലയിൽ നിരവധി വീടുകൾ വെള്ളത്തിലായതോടെ മലിനജലത്തിൽ കിടന്ന നാട്ടുകാരുടെ പ്രതിഷേധം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് AS കനാലിലൂടെയുള്ള വെള്ളമൊഴുക്ക് നിലച്ചതോടെയാണ് വീടുകളിൽ വെള്ളം കയറിയത്. P. പ്രസാദ് അടക്കമുള്ള ജനപ്രതിനിധികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. AS കനാലിലെ പ്രതിസന്ധി 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 20 മീറ്റർ വീതിയിൽ വെള്ളമൊഴുകിയിരുന്ന AS കനാലിലെ പുത്തൻതോട് ദേശീയപാത നിർമ്മാണത്തിനായി 4 മീറ്ററിലേക്ക് ഒതുക്കി. ഇതോടെ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചു. ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ 7 വാർഡുകളിലെ 300-ലധികം വീടുകളിലൂടെ വെള്ളം ഒഴുകി തുടങ്ങി. ശുചിമുറി മാലിന്യമടക്കം വീടുകളിലേക്ക് എത്തിയതോടെ സഹികെട്ട ജനങ്ങൾ AS കനാലിൽ കിടന്ന് പ്രതിഷേധിച്ചു. ഹൈവേ പണിയുന്നതോട് ബന്ധപ്പെട്ട് ഒരു 12-14 മീറ്ററോളം വീതിയുള്ള ഒരു തോടാണ്. ഈ തോടിന് ചെറിയ ഒരു 2 മീറ്റർ വ്യാപ്തിയുള്ള 2 പൈപ്പിലൂടെയാണ് ഈ തോടിനെ ഒഴുക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇത് അശാസ്ത്രീയമായ ഒരു പ്രവൃത്തിയാണ്. റോഡ് സൈഡ് മൊത്തം വെള്ളം നിറഞ്ഞ് വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ അത്ര ഗുരുതരം. ഇതുവരെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്നവരാരും തന്നെ അവിടെ വന്നിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്ന വിവിധ യോഗങ്ങളിൽ AS കനാലിലെ പ്രശ്നം പരിഹരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയിരുന്നു. ഇത് പാലിക്കപ്പെട്ടില്ല.
പ്രശ്നം പരിഹരിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിൽ പി പ്രസാദ് അടക്കമുള്ള ജനപ്രതിനിധികൾ തിരുവഴയിലെ NHAI ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇവിടെ ഇപ്പോൾ വീടുകൾക്കകത്ത് വെള്ളം കയറുന്ന അവസരത്തിൽ നാഷണൽ ഹൈവേ വെള്ളം പൂശാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. നാഷണൽ ഹൈവേ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീടാവാം. നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം 1-2 ദിവസം തവണ കുഴപ്പമില്ല. എന്നാൽ വീട്ടിനുള്ളിൽ വെള്ളം കയറുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ഈ കാര്യത്തിൽ നിൽക്കുന്നത്. ജില്ലാ ഭരണകൂടവും പ്രശ്നത്തിലിടപെട്ടു. ഇന്ന് രാത്രിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പരിഹാരമായില്ലെങ്കിൽ ജനകീയ പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. 24 ആലപ്പുഴ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി 8 തൊഴിലാളികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്ലാന്റിലെ സ്റ്റീൽ ഉരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. സ്റ്റീൽ ദ്രാവകം ഉയർത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.